പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു ചെറുകഥയാണ്. കഥ എഴുതിയത് സതീഷ് ബാബു പയ്യന്നൂർ. കഥയുടെ പേര് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് കഥ വായിക്കാമല്ലേ? മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. പടികൾ കയറി മാനേജർ മുകളിലെത്തുമ്പോൾ തുരുമ്പു വീണ ഗ്രിൽസ് വാതിൽ കിരുകിരുപ്പോടെ ധൃതിയിൽ വലിച്ചൊതുക്കി വഴിയുണ്ടാക്കി പരമശിവം സല്യൂട്ട് ചെയ്യും. ഗുഡ് മോർണിംഗ് സാബ്. എന്നാൽ ഇന്ന് അതുണ്ടായില്ല. ഗ്രിൽസ് വാതിൽ അടഞ്ഞുകിടന്നു. ആരും വന്ന് സല്യൂട്ട് ചെയ്തില്ല. എവിടെ പോയി കിടക്കുകയാണ് ഈ പരമശിവം? മാനേജർ ചിന്തിച്ചു. പുറത്ത് അപ്പോഴും പതിഞ്ഞ ശബ്ദത്തിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. രാവിലെ തൊട്ടേ മഴയായിരുന്നു. ചുറ്റിലും മരങ്ങൾ ആഞ്ഞുലയുന്നുണ്ടായിരുന്നു. നനഞ്ഞു കുതിർന്നാണ് മാനേജർ കുന്നുകൾ ചുറ്റിയുള്ള ഊടുനിരത്തിലൂടെ വണ്ടി ഓടിച്ചു വന്നത്. നനഞ്ഞ റബ്ബർ കോട്ട് വലത്തു കൈയിൽ മടക്കി ഒതുക്കി അയാൾ പടികൾ ഒന്നൊന്നായി കയറി. പടികളിലും മഴ പെയ്യുകയാണ്. കഷ്ടം തന്നെ. ഈ കെട്ടിടം ഏറെ പഴഞ്ചനായിരിക്കുന്നു. ഇതിൻ്റെ ഉടമയെപ്പോലെ ഇവിടെ ഇനിയും 1 വർഷം കൂടി കഴിച്ചു കൂട്ടേണ്ടതുണ്ട്. 2 വർഷം എണ്ണി എണ്ണി കടന്നുപോയിരിക്കുന്നു. ഇനി 1 വർഷം കൂടി കഴിഞ്ഞാൽ നാട്ടിലേക്ക് എവിടെയെങ്കിലും മാറ്റം വാങ്ങിപ്പോകാം. എന്നത്തെയും പോലെ ചിന്തിച്ച് പടികൾ കയറി 4-ാം നിലയിലെത്തുമ്പോൾ അടഞ്ഞുകിടക്കുന്ന ഗ്രിൽസ് പരമശിവത്തിൻ്റെ ഒഴിഞ്ഞ ഇരിപ്പിടം. ബ്രീഫ് കേസ് പതിയെ നിലത്ത് വെച്ച് മാനേജർ വാതിൽ വലിച്ചൊതുക്കി. അയാളുടെ വസ്ത്രങ്ങളിൽ നിന്ന് അപ്പോഴും മഴവെള്ളം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. മഴവെള്ളത്തിൻ്റെ നേർത്ത ചാലുകൾ തീർത്തുകൊണ്ട് അയാൾ അകത്തു കടന്നു. ക്യാബിനിലേക്ക് കടക്കുമ്പോൾ അയാൾ ക്ലോക്കിലെ നനഞ്ഞ സൂചികൾ കണ്ടു. 10 മണിക്ക് ഇനിയും 10 മിനിറ്റ്. അകത്ത് റിക്രിയേഷൻ ഹാളിൽ ആർത്തട്ടഹസിക്കുകയാണ് ആരൊക്കെയോ. വിക്രമിക്കും, ചിലപ്പോൾ ഗുണശേഖറും ഉണ്ടാകും കൂടെ. ഈയിടെ അവൻ്റെ നല്ല ഗുണങ്ങളൊക്കെ നഷ്ടമാവുന്നുണ്ട്. വന്ന അവസരത്തിൽ മിതഭാഷിയും അനുസരണയുള്ളവനുമായിരുന്നു. എന്നാൽ കൂട്ടുകെട്ട് അവൻ വളരെ മാറിപ്പോയിരിക്കുന്നു. മാനേജർ തൻ്റെ നനഞ്ഞ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. ബ്രീഫ് കേസ് തുറന്ന് നീല പ്ലാസ്റ്റിക് കടലാസ് പൊതി അഴിച്ച് ഉണങ്ങിയ വസ്ത്രങ്ങൾ അണിഞ്ഞു. കമലത്തിൻ്റെ ദീർഘവീക്ഷണത്തെ ശ്ലാഘിക്കാതെ വയ്യ. കൈലേസ് കൊണ്ട് തല തുവർത്ത് മുടി ചീകി ഒതുക്കി സ്വകാര്യ മുറിയിൽ നിന്ന് അയാൾ ക്യാബിനിലേക്കു തന്നെ വന്നു. കണ്ണാടി മറയ്ക്കപ്പുറം ഇടപാടുകാർ വന്നു തുടങ്ങിയിരുന്നു. മഴ ആർക്കും ഒരു പ്രശ്നമാകുന്നില്ല. വീണ്ടും ബ്രീഫ് കേസ് തുറന്നു. താക്കോൽക്കൂട്ടം പരതിയെടുത്ത് വിക്രമിൻ്റെ വരവ് കാത്തു നിന്നു. ഇനിയും അവർ കളി അവസാനിപ്പിക്കാൻ ഭാവമില്ലേ? മാനേജർക്ക് ശരീരം വിറച്ചു. അപ്പോഴേക്കും താക്കോൽക്കൂട്ടം കിലുക്കി പതിഞ്ഞ ചിരിയുമായി വിക്രം ഓടിയെത്തുന്നു. തുറക്കാം സാബ്. മാനേജർ വിക്രമിനോട് അലസമായി പ്രതികരിച്ചു. എവിടെ ആ പരമശിവം? വിളിക്കി. കാഷ് റൂം തുറക്കുന്ന സമയത്ത് പോലും പരമശിവം വന്നെത്തിയില്ലെന്ന് കണ്ട് ഇരച്ചു കയറി വന്ന അരിശം പക്ഷേ ശ്രമപ്പെട്ട് അടക്കിക്കൊണ്ട് മാനേജർ പിറുപിറുത്തു. നിങ്ങളൊക്കെ കൂടി അങ്ങേരെയും ചിത്തിയാക്കി. കാവൽ നിൽക്കേണ്ടുന്ന സമയത്താ അവിടെ റിക്രിയേഷൻ. അകത്തെ മുറിയിൽ ഒരു ഗെയിം സ്വന്തമാക്കിയതിൽ ഒരു വിഭാഗം ആർത്തു വിളിച്ചു. ചുമരിലെ നനഞ്ഞ സൂചികൾ 10 കഴിഞ്ഞ് 10 മിനിറ്റിലെത്തിയിരിക്കുന്നു. സാബ് അറിഞ്ഞില്ലേ? വിക്രം ചോദിച്ചു. പരമശിവൻ നാട്ടിലേക്ക് പോയി. ഇന്നലെ രാത്രിയിൽ വിവരം വന്നത്രേ. കുട്ടിക്ക് എന്തോ പ്രോബ്ലം. കയ്യിലെ താക്കോൽക്കൂട്ടം ഒരു നിമിഷം നിശ്ചലമായി. പക്ഷെ അപ്പോഴും അയഞ്ഞ മട്ടിൽ വിക്രം ചോദിക്കുന്നു, തുക്കാറാം സാബ്? എന്താണ് പരമശിവത്തിൻ്റെ കുട്ടിക്ക് പറ്റിയതെന്ന് പറഞ്ഞത്? മാനേജറുടെ ശബ്ദം തീരെ ചിലമ്പിച്ചതായിരുന്നു. അറിയാറില്ല. രാത്രിയിൽ നാട്ടിൽ നിന്ന് ഫോണ് വന്നപ്പോൾ അങ്ങേര് ആകെ അപ്സെറ്റായി എന്നാ താഴെ ഹോട്ടലിലെ കരീം പറഞ്ഞത്. മുമ്പൊരിക്കൽ വെക്കേഷൻ കാലത്ത് ഇവിടേക്ക് കൂടെ വന്ന ആ പെൺകൊച്ചെന്നാ തോന്നുന്നത്. അതിന് ഈയിടെയായി എന്ന് സൂക്കേടാണ്. അയാളും പറയാറുണ്ട്. മാനേജർ കേട്ടു നിൽക്കുക മാത്രമാണെന്ന് കണ്ട് വിക്രം ചോദിച്ചു, ടെമ്പററി ചാർജിന് രാജാറാമിനെ വിളിപ്പിക്കട്ടെ സാബ്? മാനേജർ പെട്ടെന്ന് ഒരമ്പരപ്പിൽ നിന്നും പിടഞ്ഞുണർന്നു. പരവേശപ്പെട്ടു. എന്താ ചോദിച്ചത്? രാജാറാമിനെ വിളിപ്പിക്കുന്ന കാര്യം. കാഷ് പുറത്തേക്ക് എടുക്കുമ്പോൾ കാവലില്ലെങ്കിൽ അപകടമല്ലേ? ശരി തന്നെ. മാനേജർ തലയാട്ടി. വേഗം വിളിപ്പിക്കുക രാജാറാമിനെ. കളി കഴിഞ്ഞ് സന്തോഷപ്രകടനമായി ചരംദാസും ഗുണശേഖറും വിപിനും കടന്നു വന്നു.
അവർക്ക് പിറകിലായി റാണിയും അശ്വിനിയും. റാണി ഇന്ന് സാരിയിലാണ്, അവൾക്കത് ഒട്ടും ചേരുന്നില്ലെന്ന് പറഞ്ഞ് ചരംദാസും ഗുണശേഖറും ചിരിച്ചു. അശ്വിനി ചുരിദാറിൽ തന്നെ, പച്ച ചുരിദാർ, മഞ്ഞ കമ്മീസും. ദാ നോക്ക് അശ്വിനി, ഇന്ന് നിന്നേക്കാൾ സുന്ദരിയായിരിക്കുന്നു, ചരംദാസ് പറഞ്ഞു. ചിരിയിൽ നിറഞ്ഞുകൊണ്ട് അവർ താങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോയി. കൗണ്ടറിനപ്പുറം ഇടപാടുകാർ തങ്ങളുടെ ആവശ്യങ്ങളും ആവലാതികളും അവർക്ക് മുന്നിൽ നിരത്തി വെച്ചു തുടങ്ങി. നനഞ്ഞ സൂചികൾ ഓടി ഓടി 10:30 അപ്പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ രാജാറാം എന്ന താൽക്കാലിക കാവൽക്കാരൻ്റെ അകമ്പടിയോടെ വിക്രമും മാനേജറും കാഷ് റൂം തുറന്ന് പണപ്പെട്ടിയുമായി വന്നു. പരമശിവത്തിൻ്റെ തോക്കുമേന്തി രാജാറാം കവാടത്തിൽ കുത്തിയിരുന്നു. ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. വിക്രം കാഷ് ക്യാബിൻ്റെ കമ്പിവലയ്ക്കകത്ത് മെരുങ്ങാത്ത സിംഹക്കുട്ടിയെ പോലെ മുരണ്ടുകൊണ്ടിരുന്നു. മഞ്ഞയിൽ ചുവന്ന പൂക്കളുള്ള ഫ്രോക്കിൽ താഴെ വെളുത്ത ഫ്രിൽ ഒരു കൊച്ചു പെൺകുട്ടി കണ്ണാടി മറയ്ക്കപ്പുറം നിന്ന് മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. ഏതോ ഇടപാടുകാരൻ്റെ മകളാവാം. പക്ഷേ പിന്നെയും തിരക്കുകളിൽ നിന്ന് മുഖമുയർത്തുമ്പോൾ അവൾ ജാലകത്തിലൂടെ താഴെ മഴയെ എത്തിപ്പിടിക്കുകയായിരുന്നു. ഉവ്വ്, ആ ദിവസവും മഴ കിനുകിനേ പെയ്തുകൊണ്ടിരുന്നു. മഴയെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ച ആ പെൺകുട്ടിയെ അടക്കിപ്പിടിച്ച് അന്ന് പരമശിവം പറഞ്ഞു, സാബ്, ഇവളാണ് എൻ്റെ എല്ലാം. ഇവൾക്ക് വേണ്ടിയാ ഈ കാടും മലയും താണ്ടി വന്ന് ഞാൻ പണിയെടുക്കുന്നത്. ഇവൾക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് ഇവളുടെ അമ്മ കണ്ണടിച്ചത്. പിന്നെ ഞാനാ, അമ്മയും അച്ഛനും എല്ലാം. ഒരു ഈറൻനിലാവ് പോലെ പെൺകുട്ടി അപ്പോഴും ചിരിച്ചു. അവൾക്ക് മുൻനിരയിൽ കീഴറ്റത്ത് പല്ലുകൾ 2 നഷ്ടമായിരുന്നു. അത് അവളുടെ പുഞ്ചിരിക്ക് കൂടുതൽ ശോഭയേകിയതേയുള്ളൂ. കവിളിൽ തട്ടി. എന്താ പേര് എന്ന് ചോദിച്ചപ്പോൾ കുണുങ്ങി കുണുങ്ങി അവൾ പറഞ്ഞു, പൂർണിമ എന്ന് എല്ലാവരും വിളിക്കുക. ഈ വെക്കേഷന് അവളെ നാട്ടിൽ വിട്ടേച്ചു വരാൻ തോന്നിയില്ല. അവിടെ മറ്റു പിള്ളേരെ കൂടി ഇവള് തെണ്ടി നടക്കും. ഇവിടെ ആയാൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാമാവാമല്ലോ, അല്ലേ സാബ്? പക്ഷേ ഇവളുടെ അമ്മാവന്മാർ പറഞ്ഞിരിക്കുകയാ ഇവളെ കാണാതെ അവിടെ ഇരിക്കാൻ വയ്യെന്ന്. പരമശിവം ചിരിച്ചു. അപ്പോൾ എനിക്ക് അവളെ കാണുകയൊന്നും വേണ്ടെന്ന് അവരുടെ വിചാരം, അല്ലേ സാബ്? മാനേജർ നോക്കുമ്പോൾ കണ്ണാടിക്കും അപ്പുറം പൂർണിമയില്ല. ദൂരെ പരമശിവത്തിൻ്റെ കസേരയിൽ ജയറാം ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു. ആളുകൾ അയാളുടെ തോക്കിൻ്റെയോ സാന്നിധ്യം അവഗണിച്ച് വന്നും പോയും ഉറക്കെ സംസാരിച്ചും കൊണ്ടിരിക്കുന്നു. വാതിൽ തുറന്ന് ഒരു അർദ്ധനഗ്നൻ, അരയ്ക്കു കീഴെ ഒറ്റ തോർത്തുമുണ്ട്, നരച്ച തല, മണിൻ്റെ മണം കടന്നു വന്നു. മാനേജർക്കെതിരെ നിന്നു. വിത്തിടേണ്ട സമയമായി സാബ്, ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ. ദാ നോക്കൂ, മാനേജർ പറഞ്ഞു, ഇന്ന് വല്ലാത്തൊരു ചീത്ത ദിവസമാണ്. എന്താ, അങ്ങനെ തോന്നുന്നില്ലേ? രാവിലെ തൊട്ട് അന്തരീക്ഷം കലങ്ങി മറിഞ്ഞിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒരു പേപ്പേഴ്സും നോക്കുവാനും ആവില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പിന്നെ മാനേജർ മുഖമുയർത്തിയില്ല. മേശപ്പുറത്തെ ഒരു സർക്കുലർ ലെറ്ററിലേക്ക് കണ്ണുകൾ തറപ്പിച്ച് ഏറെ നേരം ഇരുന്നു. മുന്നിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി മുഖമുയർത്തുമ്പോൾ അതിശയപ്പെട്ടു. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? എന്താണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്? പരമശിവം ഒരിക്കൽ ചോദിച്ചു. സാബ്, പഞ്ചാബിലും ശ്രീലങ്കയിലുമൊക്കെ എന്താണ് സംഭവിക്കുന്നത്? പത്രം നോക്കുവാനേ വയ്യ, റേഡിയോ തുറക്കുവാനേ വയ്യ. ഈയിടെയായി എനിക്ക് എൻ്റെ റൈഫിളിൽ വലിയ വിശ്വാസമൊന്നും പോര കേട്ടോ. അന്ന് ആ മുഖത്തേക്ക് തന്നെ നിർവികാരതയോടെ നോക്കിയിരിക്കാനേ സാധിച്ചുള്ളൂ. ഒന്നും പറയാൻ വയ്യ. എന്തൊക്കെയോ സംഭവിക്കുന്നു ഇവിടെ. എന്തു സംഭവിച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. മരങ്ങൾക്കിടയിൽ കാട്ടുപക്ഷികളുടെ വികൃതമായ കരച്ചിലിനോടൊപ്പം തങ്ങളുടെ മരണപ്പിടച്ചിലുകളും അലിഞ്ഞുപോകും. ആരും അറിയില്ല. ഓ, ഇനി 1 വർഷം കൂടി. രാവിലെ 25 മൈൽ ചുരം കയറ്റം, വൈകിട്ട് അത്രയും തന്നെ ഇറക്കവും, ഊടുവഴികളും ആഴക്കൊല്ലികളും പിടയുന്ന പ്രാണനും. ഓ, എൻ്റെ കമലം. കുട്ടികൾ. ജാലകത്തിനപ്പുറം ചരിവുകളിലേക്ക് മഴ ചാഞ്ഞിറങ്ങുകയാണ്. കാറ്റ് ചുഴലിയായി വന്ന് ചൂളം വിളിക്കുന്നു. മഴ അവസാനിക്കുന്നേയില്ല. മാനേജർ കാബിന് പുറത്തേക്ക് വന്ന് നനഞ്ഞ സൂചികൾ 1 മണിക്കപ്പുറം എന്നു കണ്ടു. അവ നീങ്ങുന്നേയില്ലേ എന്ന് ഒരു വേള അത്ഭുതപ്പെട്ടു. ഗുണശേഖറും അശ്വിനിയും അടുത്തടുത്ത ഇരിപ്പിടങ്ങളിൽ മുട്ടി ഉരുമിയിരുന്ന് എന്തോ തമാശ പറഞ്ഞു ചിരിക്കുന്നു. പിന്നീട് എന്തോ പറഞ്ഞത് അശ്വിനിയുടെ തുടുത്ത മുഖത്ത് വലുതായ നാണം പരക്കാൻ കാരണമായി. അവൾ ഗുണശേഖറിൻ്റെ മുതുകിൽ തൂവലിൻ്റെ മാർദ്ദവമുള്ള ഒരടി കൊടുത്തു. അപ്പോൾ അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും
പൊട്ടിച്ചിരിക്കുകയും മാനേജർ അവർക്ക് പിറകിലൂടെ ചെന്നു പതിയെ ചോദിച്ചു, ഇന്ന് ലീവ് എടുത്ത് നിങ്ങൾ ഇരുവർക്കും ഈ മഴയിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്താമായിരുന്നില്ലേ? ക്യാഷ് ക്യാബിനിലെ മെരുങ്ങാത്ത സിംഹം ഇടപാടുകാരോട് ഗർജിച്ചുകൊണ്ട്, 100-ന്റെ ഒരു കൊച്ചുകെട്ടിൽ 100 കടലാസ് തുണ്ടുണ്ടെങ്കിൽ അത് 10,000 രൂപയായി. ഉള്ളം കയ്യിൽ ഒതുങ്ങുന്ന 10,000. വിക്രം ആ 10,000 എടുത്തൊരേറ്. കിളിവാതിലിലൂടെ 10,000ങ്ങളുടെ 10 കൊച്ചു കെട്ടുകൾ ചേർന്ന് 1,00,000 1,00,000 രൂപ! എത്ര നിസ്സാരമാണത്! ഈ ജീവിതം പോലെ ചുമ്മാ ഉള്ളം കയ്യിൽ എടുക്കാനേയുള്ളൂ. വിക്രമിൻ്റെ തുറന്ന മേശവലിപ്പുകളിൽ ലക്ഷങ്ങളിരുന്ന് ചിരിക്കുന്നു, ഗർജിക്കുന്നു. മഴ മാറുന്നേയില്ല. ലഞ്ച് ബ്രേക്കിലും മഴ പുറത്ത്. സാബിന് സുഖമല്ലേ? ആരോ ചോദിക്കുന്നു. ചരൺദാസ് ആവാം, ഗുണശേഖർ ആവാം, വിക്രം ആവാം, റാണിയാവാം, അശ്വിനി ആവാം, ജയറാമും ആരുമാവാം. ചോദ്യത്തിന് ഉത്തരത്തിൻ്റെ ആവശ്യമില്ല. ഇന്ന് തീർച്ചയായും ഒരു ചീത്ത ദിവസമാണ്. എന്നെപ്പോലെ ഒരു ബാങ്ക് മാനേജർക്കും പരമശിവത്തെ പോലെ ഒരു ബാങ്ക് കാവൽക്കാരനുമേ അത് ബോധ്യമാവൂ. മറ്റുള്ളവർക്കൊക്കെ ഇത് ഉല്ലാസത്തിൻ്റെ മഴയാണ്. ഉല്ലാസത്തിൻ്റെ മഴ നനഞ്ഞു നടന്ന ഒരു കാലം എനിക്കുമുണ്ടായിരുന്നു. ഒരു ബാങ്ക് ഉദ്യോഗത്തിലേക്ക് ആദ്യമായി കാലെടുത്തു വെച്ച നാളുകൾ മാനേജർ ഓർത്തു. എൻ്റെ പേര് ഗോപാൽ എന്നായിരുന്നു. ആഹ്ലാദ അഭിമാനങ്ങളോടെ തിളങ്ങുന്ന ഉടുപ്പുകൾ അണിഞ്ഞ് ഇടപാടുകാരോട് കുശലങ്ങൾ എറിഞ്ഞ് ഉല്ലാസത്തിൻ്റെ മഴയിൽ കുതിർന്ന്. അന്ന് കമലം എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നില്ല, മനസ്സിൽ നിറഞ്ഞു നിൽക്കുക മാത്രമായിരുന്നു. അവൾ ഒരു തവണ എഴുതി, ഗോപാൽ, പൂക്കളെയും പൂമ്പാറ്റകളെയും കിനാവ് കണ്ട് നടക്കുന്ന നിനക്ക് എങ്ങനെയാണ് ചിന്തകളും വികാരങ്ങളും എത്തിനോക്കാത്ത ഭാവനയ്ക്കും സ്വപ്നത്തിനും നിഴലിനും നിലാവിനും പുലബന്ധ പോലുമില്ലാത്ത കണക്കുകളുടെ ലോകത്ത് കഴിച്ചുകൂട്ടാനാവുക? ആരാൻ്റെ കീശയിലെ ജീവനില്ലാത്ത കടലാസ് തുണ്ടിൻ്റെ എണ്ണം എടുക്കുക ബോറൻ പണിയല്ലേ? കമലത്തെ ഓർത്തപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മയായി, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയായി. ആ ഓർമ്മ വിങ്ങുന്ന ആദിയായി. പുറത്തപ്പോഴും മഴ തന്നെ. മഴയിലൂടെ ഒരു കൊച്ചു പെൺകുട്ടി പുഞ്ചിരി തൂകുന്നു. മുൻനിരയിൽ കീഴറ്റത്ത് പല്ലുകൾ 2 എണ്ണം കുറവ്. പിറ്റേന്ന് മഴയുടെ ഗന്ധമുള്ള മരങ്ങളിലേക്ക് ഈറ നിലാവ് പോലെ ഇളം വെയിൽ പരന്നു. പക്ഷേ അത് അധിക നേരം നീണ്ടു നിന്നില്ല. പതിയെ വെയിലടങ്ങി, കാറ്റു തുടങ്ങി. ചുരം കയറി ഏങ്ങി ഏങ്ങി കരയുന്ന വണ്ടിയിൽ മാനേജർ വന്നു. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. പടികൾ കയറി മുകളിലെത്തിയപ്പോൾ അടഞ്ഞു കിടക്കുന്ന ഗ്രിൽസ്. പരമശിവത്തിൻ്റെ ഇരിപ്പിടത്തിൽ ഉറക്കം തൂങ്ങുന്ന രാജാറാം. രാജാറാം, നേരം പുലർന്നു, എഴുന്നേൽക്ക്! മാനേജർ ഗ്രിൽസിൽ തട്ടി വിളിച്ചു. രാജാറാമിന് നേരം പുലർന്നു. കിലുങ്ങുന്ന താക്കോൽ കൂട്ടം, ഇടപാടുകാർ, കൂട്ടിലെ മെരുങ്ങാത്ത സിംഹം. കിന്നാരങ്ങൾ ഇല്ല. പരമശിവത്തിൻ്റെ വിവരങ്ങളൊന്നുമില്ല. എന്നാൽ വൈകിട്ട് പരമശിവം വന്നു. ഒരു നീണ്ട മഴ അത്രയും നനഞ്ഞു തീർത്തതുപോലെ അയാൾ കാണപ്പെട്ടു. ഗുണശേഖറാണ് ആർത്തു വിളിച്ച് ചൂണ്ടിക്കാണിച്ചത്. ദാ നമ്മുടെ പരമശിവം! പതിയെ അയാൾ നടന്നു വന്നു. ആ മുഖത്തു നിന്ന് അപ്പോൾ എല്ലാം വ്യക്തമായി വായിക്കാം. ഒരോപ്പറേഷൻ കൊണ്ട് അവൾ രക്ഷപ്പെട്ടേക്കുമേ ആയിരുന്നു സാബ്. പരമശിവത്തിൻ്റെ വാക്കുകൾ വിറപൂണ്ടു. 2,000 രൂപയെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൂർണിമ ഇന്ന് ജീവിക്കുമായിരുന്നു സാബ്. മാനേജർ ഇരുന്ന ഇരിപ്പിൽ തന്നെ പുറകോട്ട് ചാഞ്ഞു. അയാൾക്ക് അയാളുടെ ഭാരം നഷ്ടപ്പെടുന്നതായി തോന്നി. പരമശിവം പറയുന്ന ഓരോ വാക്കും തൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായും മുറിവുകൾ ഉണ്ടാക്കുന്നതായും അയാൾ അറിഞ്ഞു. പൂർണിമ എൻ്റെയും മകളായിരുന്നു. അയാളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. 2,000 രൂപയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. പരമശിവത്തിൻ്റെ ആ വാക്കുകൾ ഒരു ചുഴലിയായി തനിക്ക് ചുറ്റും കറങ്ങിത്തിരിയുന്നതായും മാനേജർക്ക് തോന്നി. 2,000 രൂപ! താനും വിക്രമവും ഒക്കെ അമ്മാനമാടിക്കളിക്കുന്ന 100-ന്റെ 20 കടലാസുകൾ. പരമശിവം കാവൽ നിൽക്കുന്ന കോടിക്കണക്കിന് കടലാസുകളിൽ വെറും 20 കടലാസു കഷ്ണങ്ങൾ. അയാൾക്ക് എന്തു പറഞ്ഞു പരമശിവത്തെ ആശ്വസിപ്പിക്കണമെന്ന് അറിഞ്ഞില്ല. അയാൾ അതേ കിടപ്പിൽ കിടന്നു. ആരൊക്കെയോ വന്ന് പരമശിവത്തോട് വിവരം ചോദിക്കുന്നു. പരമശിവം അവരോട് കഥകൾ വിസ്തരിച്ചു കൊണ്ടേയിരുന്നു. എൻ്റെ മകൾ പൂർണിമ എനിക്ക് നഷ്ടമായി. ഇനി ഈ ലോകത്ത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ.
ഏതോ ഓർമ്മകളിലേക്ക് ആഴ്ന്നാഴ്ന്നു പോയ ശേഷം മാനേജർ പിടഞ്ഞുണരുമ്പോൾ നേരം ഇരുണ്ടിരുന്നു. അയാൾ കസേരയിൽ നിവർന്നിരുന്നു. ചുറ്റിലും ഇരുട്ടായിരിക്കുന്നു. വല്ലാത്ത കാറ്റ് വീശുന്നുണ്ട്. മഴയുടെ ഗന്ധം അടിച്ചു വരുന്നുണ്ട്. സാബ് പോകുന്നില്ലേ? പരമശിവൻ ചോദിക്കുന്നു. അയാളുടെ കൈകളിൽ അയാളുടെ റൈഫിൾ തിളങ്ങുന്നു. അത് കയ്യിൽ കിട്ടിയ ഉടൻ അയാൾ തുടച്ചു മിനുക്കിയിരിക്കുന്നു. ഓ, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. മാനേജർ പതിയെ എഴുന്നേറ്റു. അപ്പോഴും അയാൾക്ക് മുഖമുയർത്തി പരമശിവത്തെ നോക്കുവാൻ സാധിച്ചില്ല. അയാൾ കരുതി, എനിക്ക് എന്നെയും ഇനി നോക്കുവാനാവുമെന്ന് തോന്നുന്നില്ല. വല്ലാത്ത മഴ തുടങ്ങിയിരിക്കുന്നു പുറത്ത്. പരമശിവൻ പറഞ്ഞു. ഈ മഴയൊന്ന് അടങ്ങിയിട്ട് സാബു പോയാൽ മതി. വേണ്ട, ഞാൻ പോകുന്നു. മാനേജർ തൻ്റെ ബ്രീഫ് കേസും എടുത്ത് വാതിൽക്കലേക്ക് നടന്നു. പരമശിവം ഓടി വന്ന് തൻ്റെ പതിവ് രീതിയിൽ അറ്റൻഷനായി നിന്ന് സാബിന് സല്യൂട്ട് ചെയ്യുകയും വാതിൽ വലിച്ചൊതുക്കുകയും ചെയ്തു. മാനേജർ മുഖമുയർത്താതെ പടികളിറങ്ങുമ്പോൾ പരമശിവത്തിൻ്റെ വാക്കുകൾ എന്നത്തെയും പോലെ കേൾക്കുന്നു. ഞാൻ ഉറങ്ങാതെ കാവൽ നിൽക്കും സാബ്. ഒരൊറ്റ പണം പോലും പുറത്തു പോകാതെ ഈ പരമശിവം നോക്കിക്കൊള്ളും സാബ്. മഴയെ